മലയാളം ബിഗ് ബോസ് സീസൺ 7 രാവിലെ തന്നെ പൊരിഞ്ഞടിയാണ് കിച്ചണിൽ. അനീഷ് സത്യം പറഞ്ഞാൽ ബിന്നിയെ പൊളിച്ചടുക്കിയെന്ന് തന്നെ പറയാം. ബിന്നി അനീഷിൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ മാക്സിമം ശ്രമിച്ചു. പക്ഷേ ബിന്നിയുടെ ഭാഗത്തായിരുന്നു തെറ്റ്. ബിന്നിക്ക് വലിയ രീതിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട്. 8 മണിക്കാണ് ഇവർക്ക് വേക്കപ്പ് സോങ്. ഇതുവരെ കിച്ചൺ ടീമിൽ ആരും എത്തിയിട്ടില്ല. കൂടാതെ കിച്ചൺ വളരെ വൃത്തികേടായി കിടക്കുകയാണ്. പുഴുവോ ഉറുമ്പോ എന്തൊക്കെയോ വന്നു എന്ന് പറയുന്നു. കൂടാതെ ഡൈനിങ് ഏരിയയിൽ ഒരു ബൗൾ ചോറിരിക്കുന്നു, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. അപ്പോൾ അനീഷ ഇത്രയും നേരമായിട്ട് കിച്ചൺ ടീം വരാത്തത് കൊണ്ട് തന്നെ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് കരുതി കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടി കിച്ചണിൽ കയറുന്നു. അങ്ങനെ കിച്ചൺ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബിന്നി അങ്ങോട്ട് വരുന്നത്. ബിന്നി ആണല്ലോ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ. അതുകൊണ്ട് തന്നെ അനീഷ് ബിന്നിയോട് ചോദിക്കുന്നു, എന്താണ് ബിന്നി ഈ കിച്ചൺ ഒന്നും ക്ലീൻ ചെയ്യാതിരുന്നത്? ആ ചോറ് എന്താണ് ഫ്രിഡ്ജിൽ വെക്കാതിരുന്നത്? അത് ചീത്തയായി പോവില്ലേ എന്നൊക്കെ. ഉടനെ ബിന്നിയുടെ തെറ്റ് മറയ്ക്കാൻ വേണ്ടി ബിന്നി അനീഷിനോട് ചൂടാവുന്നു. അനീഷ് വളരെ സൗമ്യമായിട്ടാണ് ആദ്യം ചോദിച്ചത്. ബിന്നിയാണ് അങ്ങോട്ട് തെറ്റ് മറയ്ക്കാൻ വേണ്ടി ചൂടായത്. എന്തിനാ നിങ്ങൾ ക്ലീൻ ചെയ്യാൻ പോയത്? നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാറുണ്ടോ? അതായത് വെസൽ ടീമിൻ്റെ കാര്യത്തിൽ ഇടപെടാറുണ്ടോ? ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങളല്ലേ അത് ചെയ്യേണ്ടത്, ഞാൻ ചെയ്തോളാം എന്നൊക്കെ ബിന്നി പറയുന്നു. അങ്ങനെ സൗകര്യമുള്ളപ്പോൾ ചെയ്യാൻ വേണ്ടി അല്ലല്ലോ കിച്ചൺ ടീം ക്യാപ്റ്റനെ അവിടെ നിയമിച്ചിരിക്കുന്നത്. ബിന്നിയുടെ ആ ഒരു സംസാരം കൂടി കേൾക്കുമ്പോൾ അനീഷിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നു. അനീഷും തിരിച്ചു ചൂടാവുന്നു. ഫുൾ മേക്കപ്പ് ഇട്ട് നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ അല്ല ഇതൊക്കെ ചെയ്യേണ്ടത്. ആ ചോറ് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചില്ല, അത് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ സമയം എത്രയായി? ഞങ്ങൾക്ക് കോഫിയോ ടീയോ കിട്ടിയിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടില്ല, നിങ്ങൾ എപ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് തിരിച്ച് ദേഷ്യപ്പെടുന്നു. അപ്പോൾ ബിന്നി പറയുന്നത്, ചായ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കുടിക്കാമായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന്. പക്ഷേ ബിന്നി ഇതിപ്പോൾ ഡബിൾ സ്റ്റാൻഡ് അല്ലേ കളിക്കുന്നത്? കഴിഞ്ഞ ഒരാഴ്ച പറഞ്ഞത്, ഞങ്ങൾ കിച്ചൺ ടീമിലുള്ള ആരെങ്കിലും വന്ന് ചായ ഇട്ട് തന്നോളാം, വേറെ ആരും ഞങ്ങളുടെ അനുവാദമില്ലാതെ ഗ്യാസ് ഓൺ ചെയ്യാൻ പാടില്ല, പഞ്ചസാര എടുക്കാൻ പാടില്ല, ചായപ്പൊടി എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ അനീഷ് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ ഉടനെ തിരിച്ചു, ചായ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കുടിക്കാൻ പാടില്ലായിരുന്നോ? പിന്നെ ബിന്നിയുടെ സംസാരത്തിൽ നിന്നും നമുക്ക് വ്യക്തമാണ് ചോറ് വയ്ക്കാൻ ഇന്നലെ ബിന്നി മറന്നുപോയതാണെന്ന്. അത് കവർ ചെയ്യാനും ബിന്നി മാക്സിമം ശ്രമിക്കുന്നു. ബിന്നി പറയുന്നത് ഫ്രിഡ്ജിൽ വെക്കാൻ ഇനി സ്ഥലമില്ല, അതാണ് പുറത്ത് വെച്ചതെന്നൊക്കെയാണ്. അപ്പോൾ അനീഷ് പറയുന്നത്, ഇതിനേക്കാൾ സാധനങ്ങൾ ഉള്ളപ്പോൾ എല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ ഈ ചോറും വെക്കാനൊക്കെ പറ്റും. ബിന്നി ഒരു ഡോക്ടറല്ലേ, ഹൈജീൻ എന്താണെന്ന് അറിയാൻ പാടില്ലേ? ഹൈജീൻ്റെ ഉസ്താദല്ലേ, എന്നിട്ടാണോ കിച്ചൺ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച അനീഷ് ബിന്നിയെ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ബിന്നി മാക്സിമം പിടിച്ചു നിൽക്കാൻ നോക്കി, പക്ഷേ പറ്റിയില്ല. ആ സമയത്താണ് നമ്മുടെ ലക്ഷ്മി കിച്ചണിലേക്ക് വരുന്നത്. ലക്ഷ്മിയും കിച്ചൺ ടീമിലെ ഒരു മെമ്പറാണ്. ലക്ഷ്മി അപ്പോൾ പറയുന്നത്, ഞാൻ ആ ഒരു തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിരുന്നു, ക്ലീൻ ചെയ്ത് വെക്കേണ്ടതായിരുന്നു എന്നൊക്കെ. ആ സമയം ബിന്നി ഒന്നും കൂടി നാണം കെട്ടിരിക്കുകയാണ്. അതായത് ബിന്നിയുടെ ഒപ്പമുള്ളവർ പോലും ബിന്നിക്ക് സപ്പോർട്ടില്ല. എങ്കിലും ബിന്നി ഒറ്റയ്ക്ക് കുറച്ച് നേരം കൂടി ഇരുന്ന് പോരാടുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ വെസൽ കഴുകാൻ വേണ്ടി ലേറ്റ് ആയല്ലോ, ഇന്ന് രാവിലെ അല്ലേ കഴുകി തീർന്നത്, നിങ്ങളാദ്യം നിങ്ങളുടെ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നു പറഞ്ഞ് അനീഷിന് നേരെ തിരിക്കാൻ വേണ്ടി നോക്കി. പക്ഷേ ആരും തിരിഞ്ഞില്ല. എല്ലാവരും ബിന്നിയെ തന്നെയാണ് കംപ്ലൈൻറ്റ് പറയുന്നത്. അവസാനം ബിന്നി പറയുന്നത്, എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചാൽ മതി. ബിന്നി ഇത്രയും അഹങ്കാരം കാണിക്കാനുള്ള മെയിൻ റീസൺ ഇമ്മ്യൂണിറ്റി പവറാണ്. കാരണം ബിന്നിക്കറിയാം, ഞാൻ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും 14 ദിവസം സിമ്പിളായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും. അത് 100% ഉറപ്പുള്ളൊരു കാര്യമാണ് ബിന്നിക്ക്. അതുകൊണ്ട് തന്നെ ബിന്നി ഈ ഒരാഴ്ച വെറുപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. വീട്ടിലുള്ള എല്ലാവരും അനീഷിനെ സപ്പോർട്ട് ചെയ്ത് ബിന്നിക്കെതിരെ തിരിഞ്ഞപ്പോൾ ബിന്നി കൊണ്ടുവന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇന്നലെ ആരും കുക്ക് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഇത് മിനിഞ്ഞാന്നത്തെ വേസ്റ്റ് ആണോ, മിനിഞ്ഞാന്ന് മുതൽ ക്ലീൻ ചെയ്യാതിരിക്കുകയാണോ എന്ന് ചോദിച്ച് വീണ്ടും എല്ലാവരും ബിന്നിയുടെ നേർക്കായി. സത്യം പറഞ്ഞാൽ അത് ബിന്നിയുടെ വായിൽ നിന്ന് വീണു പോയ ഒരു മണ്ടത്തരമാണ്. അപ്പോൾ ഉടനെ ബിന്നി വീണ്ടും ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത്, വെള്ളിയാഴ്ച അതായത് മിനിഞ്ഞാന്ന് ഇവിടെ എല്ലാവരും കുക്ക് ചെയ്യാൻ വേണ്ടി കയറി, ജിസയിലൊക്കെ കയറിയല്ലോ, അപ്പോൾ എല്ലാവരും ക്ലീൻ ചെയ്യണമായിരുന്നു, അത് എൻ്റെ തെറ്റല്ലെന്നാണ് ബിന്നി പറയുന്നത്. പക്ഷേ ബിന്നി പറയുന്നത് തെറ്റാണെന്ന് ബിന്നിക്ക് മനസ്സിലാവുന്നില്ലേ, അതോ ബിന്നി അറിഞ്ഞുകൊണ്ട് മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുകയാണോ എന്നറിയില്ല.
വീണിടം വിഷ്ണു ലോകം എന്ന് പറഞ്ഞതുപോലെ വീണിടത്ത് കിടന്ന് മാക്സിമം ഉരുളുന്നുണ്ട്, വെളുപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അങ്ങ് വെളുത്തില്ല. ബിന്നി ഉത്തരം മുട്ടുമ്പോൾ ഉടനെ അനീഷിനോട് പറയും, മാറി നിന്ന് സംസാരിക്കുക, അടുത്ത് നിന്ന് സംസാരിക്കാതെ മാറി നിന്ന് സംസാരിക്കുക, തുപ്പല് തെറിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും അനീഷിൻ്റെ വായടപ്പിക്കാൻ പറ്റില്ല. അനീഷ് ഒരു 10-20 മിനിറ്റ് ഇട്ട് നമ്മുടെ ബിന്നിയെ പൊരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബിന്നി പോയി പറയുന്നത് അനീഷ് എന്ത് കീടമാണ്, അടുത്ത് വന്നാൽ സംസാരിക്കുന്നത്, തുപ്പല് തെറിക്കുമായിരുന്നു എന്നൊക്കെ. ബിന്നി എന്തായാലും രാവിലെ തന്നെ വെറുപ്പീര് തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.